വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ 18ാമത്തെ ദിവസമാണ്. 17 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു. ഇന്ന് നമ്മൾ 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണ്. നമ്മൾ 9 ക്വസ്റ്റ്യൻ പേപ്പറാണ് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത 9 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ടീച്ചർ വേഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. WC ബാനർജി എന്നാണ് ആൻസർ. ആരാണ്? WC ബാനർജി ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എന്നാണ്. രൂപീകരിച്ച സ്ഥലം ഏതാണ്? മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1906 ഡിസംബർ മാസം 30-ാം തീയതിയാണ്. എവിടെയാണ് രൂപീകരിച്ചത്? ധാക്കയിലാണ് രൂപീകരിച്ചത്. മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണെന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചത് ആരാണ്? രണ്ടായിട്ട് വിഭജിച്ചേ? കേഴ്സൺ പ്രഭു അല്ലെ. ബംഗാൾ വിഭജനം നടത്തിയ വൈഷ്ണോയി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? കേഴ്സൺ പ്രഭു ആണെന്ന് പറയും. അടുത്ത ചോദ്യം എന്താണ്? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? തീവ്ര ദേശീയത, തീവ്രവാദികൾ ആരൊക്കെയാണ്? ബാല ഗംഗാധര തിലകനും അതുപോലെ തന്നെ ലാല ലജ്പത് റോയും. ലാൽ ബാൽ പാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ്? ലാല ലജ്പത് റോയി, ബാലഗംഗാധര തിലകൻ, ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാൽ അല്ലെ. ഇവരെയും 3 പേരെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൽ ബാൽ പാൽ ട്ടോ. അത് ഓർത്തു വെക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ തീവ്രവാദി നേതാക്കളാണെന്ന് നമുക്ക് പറയാം ട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? അദ്ദേഹം രാജാ റാംമോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ്. അടുത്തത് ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? നവംബർ 26 ഭരണഘടന എന്താണ്? നവംബർ 26 ഭരണഘടനാ ദിനമാണെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടായില്ലേ? അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എന്താണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടില്ല. എഴുതപ്പെട്ട ഭരണഘടനയാണ്, മൗലികാവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഫോളോ ചെയ്യുന്നു, അതൊക്കെ ശരിയാണ് കേട്ടോ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ള രാജ്യം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അത് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കടം കൊണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ പറഞ്ഞില്ലേ അമേരിക്കയിൽ നിന്നാണ് എന്നുള്ളത്. അപ്പൊ എഴുതപ്പെട്ട ഭരണഘടന ആർക്കൊക്കെയല്ലേ? ഇന്ത്യക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, പിന്നെ ആർക്കല്ലേ അറിയോ? ഓസ്ട്രേലിയക്കുണ്ട്. ആർക്കാണ്? ഓസ്ട്രേലിയക്കുണ്ട്, പിന്നെ ബ്രസീലിനുണ്ട്. ആർക്കാണ്? ബ്രസീലിനുണ്ട്. അടുത്തത് സൗത്ത് ആഫ്രിക്ക. ഇവിടെയൊക്കെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളാണ്. ഇനി എഴുതപ്പെടാത്ത ഭരണഘടന ആർക്കൊക്കെയാണ്? ബ്രിട്ടൻ. ആർക്കൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ്. ഇവർക്കൊന്നും എന്താണ്? എഴുതിയതല്ല. അപ്പൊ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ് ഒക്കെ കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇത് മുമ്പ് ഇതേ ചോദ്യം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്ത നോക്കൂ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നമ്മൾ എടുത്തില്ലേ? അപ്പൊ പറഞ്ഞില്ലേ കേളപ്പനാണെന്ന്. അടുത്തത് സമത്വ സമൂഹ സൃഷ്ടി. എന്താണ്? സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്?
ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്തത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്നാരാ പറഞ്ഞേ? ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞ. ആരാ? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാണ്. പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി ആരാണ്? വക്കം അബ്ദുൾ ഖാദർ ആണ്. ആരാണ്? വക്കം അബ്ദുൾ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് ഗഗൻയാൻ എന്നാണ്. എന്താണ്? ഗഗൻയാൻ എന്നാണ് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഫോർവേഡ് ബ്ലോക്ക് എന്നാണ്. എന്താണ്? ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്? ആരാണ്? VP മേനോനാണ്. ആരാ? VP മേനോനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖലയ്ക്കാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആരാണ്? ഇതിൽ ഉത്തരമില്ല. ഇപ്പൊ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. നിലവിൽ ആരാണ്? സഞ്ജയ് മൽഹോത്ര അല്ലെ. സഞ്ജയ് മൽഹോത്രയാണ് എന്താണ്? RBIയുടെ ഗവർണർ. ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആരാണ്? ജസ്റ്റിസ് P രാമസുബ്രഹ്മണ്യം. ജസ്റ്റിസ് P രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? 25ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? കാരക്കോറം പർവ്വത നിരയിലാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാവേരിയുടെ പോഷക നദി ഏതാണ്? കബനി നദിയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതിൽ ഉത്തരമില്ല. കാരണം പുതിയ മന്ത്രിമാരുടെ ടീച്ചർ ഭംഗിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 ചോദിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണവും ചോദിച്ചിട്ടുണ്ട്, ഇനി ആരോഗ്യമന്ത്രിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര കാര്യങ്ങളാണ് ചോദിക്കണേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം മക്കളെ. കാരണം എന്തുകൊണ്ടാ? ഇതിൽ ഇപ്പൊ 34ാമത്തെ ചോദ്യമാണ്. ഇതിലുള്ള 20 ചോദ്യവും നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ അതിന്റെ ഗുണമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിന്റെ ഒപ്പം ഹോട്ട് ടോപ്പിക്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിലവിലെ മന്ത്രിസഭ എന്നുള്ളത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്തത് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനെയാണ്? മീനങ്ങാടിയെയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം.
2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ്. കഴിഞ്ഞ ദിവസം വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോഴാണ് കേട്ടോ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? 2023 ജൂലൈ മാസം 14 തീയതിയാണ്. അടുത്ത ചോദ്യം, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കുടുംബശ്രീ ആരംഭിച്ച ദിനമാണ്. അടുത്തത്, യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ് നഗരം? സാഹിത്യ നഗരം കോഴിക്കോടാണ് അല്ലെ. അടുത്തത്, അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ആരാണ്? ഗുജറാത്ത് ആണ് നിർമ്മിക്കുന്നത്. ആരാണ്? ഗുജറാത്ത്. ഇനി അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പൊ ഇപ്പൊ തന്നെ ചന്ദ്രയാൻ 3 ഇവിടെ നമ്മൾ പഠിച്ചു. അതെന്നാ വിക്ഷേപിച്ചെന്ന് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും തെറ്റാണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റാങ്ക് നേടുന്ന ക്വസ്റ്റ്യനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ആകെ 1-2 പേര് എഴുതുന്ന ക്വസ്റ്റ്യൻ അല്ല, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം തെറ്റിച്ചാൽ നമ്മൾ 10-250ഓളം റാങ്കിലേക്ക് പിന്നോട്ട് പോകുന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. ഇനി അപ്പൊ നോക്കിയേ, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ, അത് തന്നെ ആദ്യം തെറ്റ്. ആരാണ്? സോമനാഥാണ് അല്ലെ. സോമനാഥാണ് ശരി അല്ലെ. ഇനി അടുത്തത്, രണ്ടാമത്തത് പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്, അത് ശരിയാണ്. മൂന്നാമത്തത് വിക്ഷേപണ വാഹനം LV Mark 3 ആണ്, അത് ശരിയാണ്. നാലാമത്തത് വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023 ആണ്, അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 2, 3, 4 എന്നിവ ശരിയാണ്. അതാണ് കേട്ടോ ശരി. അടുത്ത നോക്കൂ, 2016 ജൂൺ മാസത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനായിരുന്നു. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? എന്റെ വഴിത്തിരിവ്, അതാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. അടുത്ത ചോദ്യം എന്താണ്? ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? അങ്ങേര് മുഹമ്മദ് സിറാജ് ആണ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു. ആരാണ്? അമിതാഭ് കാന്ത് ആയിരുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആദം സ്മിത്തിനെയാണ്. 52ാമത്തെ ചോദ്യം എന്താണ്? 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തിക്കൊള്ളാനാ പറയണേ. ഇന്ത്യ നേടിയ മെഡലുകൾ 107 ആണ്, അത് ശരിയാണ്. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്, അത് ശരിയാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു, അത് ശരിയാണ്. അപ്പൊ എല്ലാം ശരി എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കുന്നത്? കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങിന്റെ പേര് എന്താണ്? ലക്ഷഗംഗ, അനന്തഗംഗ, D*T, കേരസങ്കരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് എന്താണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആശാധാര എന്നാണ്. എന്താണ്? ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന FAO ഏതാണ്? FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? 2023. ഇതിനു മുമ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ചെറുധാന്യ വർഷമാണ്. അടുത്ത ചോദ്യം എന്താണ്? വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇതിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഇതേ ചോദ്യം തന്നെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചിട്ടില്ലേ? ഏതാണ്?
ഇതാണ് 60 സി അല്ലെ. ഇനി അടുത്തത് ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായ ജോഡിയെ കണ്ടെത്തുക. എന്താണ്, ഏതാണ് തെറ്റായ ജോഡി? അപ്പൊ ഐരാണ് ഇവിടെ പറയണേ അല്ലെ. അപ്പൊ നോക്കിയേ, 61ാമത്തെ ചോദ്യം തെറ്റായത് കണ്ടെത്താനാ പറയണേ. അപ്പൊ അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, ഇരുമ്പ് തെറ്റാണ്. അടുത്ത സിങ്കിന്റെ കലാമിൻ, കോപ്പറിന്റെ കുപ്രൈറ്റ്, അതൊക്കെ ശരിയാണ്. അപ്പൊ 61ല് ഓപ്ഷൻ ഏതാണ്? ബി ആണ് തെറ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്തത്, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പ്രവർത്തനം യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു എന്നതാണ്. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏത് എന്നുള്ളതാണ് ഉത്തരം. 63ാമത്തെ ചോദ്യം, ഇലക്ട്രോൺ ഒന്നാമത്തത്. ഇലക്ട്രോൺ ആരാണ്? ജെ തോംസൺ അല്ലെ, അത് ശരിയാണ്. പ്രോട്ടോൺ തെറ്റാണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ശരിയാണ് അല്ലെ. ന്യൂട്രോൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, അത് ശരിയാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ 1, 3, 4 തുടങ്ങിയവയാണ് ശരിയായ ജോഡികൾ. 64ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? സമതല ദർപ്പണം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ശരിയാണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, അതും ശരിയാണ്. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു, തെറ്റാണ്. അപ്പൊ 1, 2 തുടങ്ങിയവയാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. അപ്പൊ ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും 2023 കാര്യങ്ങൾ ചോദിച്ചേക്കണേ കേട്ടോ. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏതിനെയാണ്? കരളിനെയാണ്. മലമ്പനിക്ക് കാരണമായത് ഏതാണ്? പ്ലാസ്മോഡിയമാണ്. ഏതാണ്? പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏത് എന്നാണ് ചോദിച്ചേക്കണത്? പ്രതിരോധ കുത്തിവയ്പ്പും ഡോക്ടറുടെ സേവനവും പാലിയേറ്റീവ് പരിചരണം അതൊക്കെ ഉണ്ടാവും. CT സ്കാൻ ഒന്നും ഉണ്ടാവില്ല. അതായത് പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലേ, അപ്പൊ അവിടെ ഉണ്ടാവില്ല കേട്ടോ അതൊന്നും. അത് ഓർത്തു വെക്കുക. അടുത്തത് 70ാമത്തെ ചോദ്യം ഏതാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ മാസം 7-ാം തീയതിയാണ്. ജൂൺ 7 കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ പേര് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരിലാണ്. എന്താണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, KUHS എന്നാണ് അതിന്റെ പേര്. ആസ്ഥാനം എന്താണ്? തങ്ങാലൂർ, തൃശ്ശൂരാണ് അതിന്റെ ആസ്ഥാനം കേട്ടോ. എവിടെയാണ്? തൃശ്ശൂരാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? തൊണ്ട മുള്ളാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? സർക്കോമ ക്യാൻസർ ആണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെ. എത്രയാണ്? 1 ലക്ഷം വരെ ആരോഗ്യ. ആ രൂപ ഒന്ന് ഓർത്തു വെച്ചോളൂ. ആ പരിപാടിയുടെ പേര് എന്താണ്? നിരാമയ എന്നാണ്. എന്താണ് പരിപാടിയുടെ പേര്? നിരാമയ എന്നാണ് ആ പരിപാടിയുടെ പേര്. അടുത്ത ചോദ്യം എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നാണ് നിലവിൽ വന്നത്? 2008 നിലവിൽ വന്നത്. എന്താണ്? ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിലായി ഇപ്പൊ ചോദിക്കുന്നു. അടുത്ത ചോദ്യം, 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയുടെ പേര് എന്താണ്? സശ്രദ്ധം എന്നാണ്. എന്താണ്? സശ്രദ്ധം എന്നാണ്.
ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6-നാണ്. എന്താണ്? ജൂലൈ 6-നാണ് കേട്ടോ. അടുത്തത് ലാസ്റ്റ് വൺ എന്താണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇതിൽ രണ്ട്, അതായത് കേന്ദ്രത്തിലെയും കേരളത്തിലെയും കൊടുത്തിട്ടുള്ള കാരണം. കേരളത്തിലെ ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. കേന്ദ്രത്തിലെ ടീച്ചർ ഇപ്പൊ ഇവിടെ എഴുതാം, ജഗത് പ്രകാശ് നാട. ജഗത് പ്രകാശ് നാട. ജഗത് പ്രകാശ് നാട. അപ്പൊ നേരത്തെ ഒരെണ്ണം കൂടെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിലെയാണ് നമ്മൾ ഇവിടെ പറയണേ. കേരളത്തിലെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ 80 ക്വസ്റ്റ്യൻ. അപ്പൊ 80 ക്വസ്റ്റ്യൻ പഠിച്ചു. ഇപ്പൊ ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇപ്പൊ 80 ചില കുട്ടികൾ പറയുന്നുണ്ട്, ടീച്ചറെ എനിക്ക് ഇത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റി, ഇത്ര എണ്ണം. ചിലർ അത് വിഷമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ 60 എണ്ണം എഴുതാൻ പറ്റുള്ളൂ, 65 എണ്ണം എഴുതാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം അത് 70-ഉം 80-ഉം ആയിട്ട് മാറും. നമ്മളിപ്പോ 18 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ 65 എണ്ണേ പറ്റിയുള്ളൂ അല്ലേ? ബാക്കി 15 എണ്ണത്തിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ആ 15 എണ്ണം ഇനി വന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മാർക്ക് പോവില്ലല്ലോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാലാണ് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ആ പരീക്ഷ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ജൂലൈ 18-ാം തീയതി നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ആ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി എഴുതാൻ പറ്റുള്ളൂ എന്ന് പിന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുകയാണ്. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.